Hello, good morning. Today we are discussing about the term offer and acceptance, the new topic or third chapter, offer and acceptance. Essential elements of valid contract, offer and acceptance is very important. The Indian Contract Act, the term use proposal. The English law use the term offer. Proposal and offer are same meaning. What do you mean by offer? Definition of offer. Section 2, subsection A of Indian Contract Act. When one person signifies to another person his willingness to do or abstain from doing with a view to obtain of assent of that other person. ഒരാൾ തൻ്റെ വില്ലിങ്നെസ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുവാനോ ചെയ്യാതിരിക്കാനോ ഉള്ള വില്ലിങ്നെസ് മറ്റൊരാളുടെ അറിയിക്കുകയാണ്, അവരുടെ സമ്മതത്തിന് വേണ്ടി, വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ഓഫ് അസെൻറ്റ് ഓഫ് ദാറ്റ് അതർ പേഴ്സൺ. ഇപ്പോൾ മറ്റൊരാളെ സമീപിക്കുകയാണ്, ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നില്ല, മറ്റൊരാളുടെ സമ്മതത്തിന് വേണ്ടി, അതിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. ഡെഫിനിഷനാണ്, അതങ്ങനെ തന്നെ പഠിക്കണം. ഇവിടെ ഒരു ഓഫറും ഒരു ആക്സെപ്റ്റൻസും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരാളൊരു ഓഫർ പറയുന്നു, മറ്റേ ആളത് സ്വീകരിക്കുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. ഐ വിൽ സെൽ മൈ കാർ ഫോർ 10 lakh, വുഡ് യു പർച്ചേസ് ഇറ്റ്? ഇതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറയാം അല്ലേ. ഇയാളെ നമ്മളെ പ്രൊപ്പോസർ അല്ലെങ്കിൽ ഓഫറർ എന്ന് പറയും. ആരാണോ പ്രൊപ്പോസ് മേക്ക് ചെയ്യുന്നത്, ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രൊപ്പോസൽ ഈസ് നോൺ ആസ് പ്രൊപ്പോസർ. ഇവരെ നമ്മൾ പ്രൊപ്പോസർ എന്ന് പറയാം. ഇവരെ പ്രൊപ്പോസർ എന്ന് പറയും. ആർക്ക് വേണ്ടിയാണോ ഈ പ്രൊപ്പോസൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നയാൾ, ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ് ഈസ് നോൺ ആസ് ഓഫറി. ഇയാളെ ഓഫറി എന്ന് പറയും. പ്രൊപ്പോസൽ ചെയ്യുന്ന ആളെ പ്രൊപ്പോസർ അല്ലെങ്കിൽ ഓഫറർ എന്നും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഓഫറർ. ഐ വിൽ സെൽ മൈ കാർ ഫോർ 10 lakh, വുഡ് യു പർച്ചേസ് ഇറ്റ്? അപ്പോൾ അയാൾക്ക് അത് ഓഫർ സ്വീകരിക്കാതിരിക്കാം. അപ്പോൾ ഓഫർ സ്വീകരിക്കുന്ന ആളെ ഓഫർ എന്ന് പറയും. യെസ്, ഐ വിൽ പർച്ചേസ് ഇറ്റ്. പറഞ്ഞു ഓഫർ ഓർ പ്രൊപ്പോസൽ അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതെന്തായി മാറും? അത് പ്രോമിസായി മാറും. ഓഫർ ഓർ പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രോമിസായി മാറും. വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ഓർ വാലിഡ് ഓഫർ? വാലിഡ് ഓഫർ. ഒരു വാലിഡ് ഓഫറിന് വേണ്ട എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫർ അതർ പാർട്ടി. ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അതർ പാർട്ടി. അപ്പോൾ പ്രൊപ്പോസർ അല്ലെങ്കിൽ ഓഫറർ ഓഫറിയെ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അറിയിക്കണം. രണ്ടാമത്, ദ ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ കൺസെൻറ്റ് ഓഫ് ദ ഓഫറി. എന്തിനു വേണ്ടി ആയിരിക്കണം ഓഫർ? ഓഫറിയുടെ കൺസെൻറ്റ്, സമ്മതത്തിന് വേണ്ടി ആയിരിക്കണം. ദ ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ കൺസെൻറ്റ് ഓഫ് ദ ഓഫറി. തേർഡ് പോയിൻ്റ്, ദ ഓഫർ മസ്റ്റ് ഹാവ് ഇറ്റ്സ് ടേംസ് ആൻഡ് ഡെഫിനിറ്റ് ആൻഡ് ക്ലിയർ. ഓഫറിൻ്റെ അകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ കൃത്യമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, വേഗം ഉണ്ടാകാൻ പാടില്ല.
നാലാമത്തെ മെയിൻ പോയിന്റ്, ദ ഓഫർ മസ്റ്റ് ബി ക്യാപ്പബിൾ ഓഫ് സെർട്ടൻ ലീഗൽ റിലേഷൻഷിപ്പ്. എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം? ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം, നിയമസാധ്യതയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. പ്രധാനപ്പെട്ട 4 എസെൻഷ്യൽ എലമെൻസുകളാണ് ഞാൻ പറഞ്ഞത്. എസെൻഷ്യൽസ് വാലിഡ് ഓഫർ, എസെൻഷ്യൽ ഫോർ മേക്കിംഗ് എ വാലിഡ് കോൺട്രാക്ട്. ഓഫർ വാലിഡ് ആണെങ്കിൽ മാത്രമേ അവിടെ കോൺട്രാക്റ്റും എന്താവുള്ളൂ, വാലിഡ് ആവുള്ളൂ. അപ്പോൾ ഓഫറിൻ്റെ എസെൻഷ്യൽ എലമെൻസുകൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ച എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് പോലെ തന്നെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് ഓഫർ, ഇതിനും 10 പോയിന്റുകളുണ്ട്. അതും എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് ഓഫർ? ദ ഫസ്റ്റ് വൺ, ഇറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. An offer may be made either words or by conduct. An offer which is made by words spoken or written is called an express offer. അപ്പോൾ ഓഫർ ഒന്നിൽ എക്സ്പ്രസ് ഓഫർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ഓഫർ ആയിരിക്കണം. ദ ഓഫർ വിച്ച് ഈസ് മെയ്ഡ് ബൈ ദ കണ്ടക്ട് ഓഫ് എ പേഴ്സൺ ഈസ് കോൾഡ് ആൻ ഇംപ്ലൈഡ് ഓഫർ. അത് കോൺട്രാക്റ്റിൻ്റെ അകത്തും പഠിച്ചിട്ടുണ്ട്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് അല്ലെ എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ എൻ ഓഫർ മെയ്ഡ് ബൈ ഐദർ ബൈ വേർഡ്സ് ഓർ ബൈ കണ്ടക്ട്. വേർഡ്സിലാണെങ്കിൽ അതെന്താണ്? എക്സ്പ്രസ് ഓഫർ. വേർഡ്സ് ഓർ റിട്ടൺ അല്ലേ, നമ്മൾ നേരിട്ട് സംസാരിക്കുകയോ അല്ലെ എഴുതി തയ്യാറാക്കുകയോ ചെയ്യുന്ന ഓഫറിനെയാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയും. അല്ലെങ്കിൽ ദ ഓഫർ വിച്ച് ഈസ് മെയ്ഡ് ബൈ ദ കണ്ടക്ട് ഓഫ് എ പേഴ്സൺ, സാഹചര്യത്തിനനുസരിച്ച് സർക്കംസ്റ്റാൻസസിനനുസരിച്ചുള്ള ഓഫർ ആണെങ്കിൽ അതിനെ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഓഫർ എങ്ങനെയുള്ളതായിരിക്കണം? ഇറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ആക്കണം. ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ക്ലിയർ ആവും. ഒന്നാമത്തെ എക്സാമ്പിൾ, എം സേസ് ടു എൻ. എം എന്നിനോട് പറയുകയാണ് ദാറ്റ് ഹി വിൽ സെൽ ഹിസ് മോട്ടോർ സൈക്കിൾ ടു ഹിം ഫോർ ₹40,000. എൻ്റെ മോട്ടോർ സൈക്കിൾ 40,000 രൂപയ്ക്ക് നിനക്ക് സെയിൽ ചെയ്യാൻ തയ്യാറാണ്. അതിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. ഈ ഓഫറിനെ നമുക്ക് എക്സ്പ്രസ് ഓഫർ എന്ന് പറയാം. കാരണം നേരിട്ട് ബൈ വേർഡ്സ്, സ്പോക്കണിലൂടെ പറയുകയാണ്. സെക്കൻഡ്, എ റെയിൽവേ കൂലി കാരർ the luggage of without being asked to do so be allows him to do so, it is an implied offer. ഒരു റെയിൽവേ സ്റ്റേഷനിൽ അത് ലഗേജ് എടുക്കുന്ന ആൾ അത് എടുക്കുന്നു, അത് ക്യാരി ചെയ്യുന്നു, അവസാനം എന്ത് ചെയ്യുന്നു? അതിൻ്റെ പേ കൊടുക്കുന്നു. എത്രയാണോ പേയ്മെൻറ്റ് അത് കൊടുക്കുന്നു. അതൊരു ഇംപ്ലൈഡ് ഓഫറാണ്. മൂന്നാമത്തത്, ദ ന്യൂ ട്രാൻസ്പോർട്ട് കമ്പനി റൺ ബസ് ഓൺ ഡിഫറെൻറ്റ് റൂട്ട് ടു കയറി പാസഞ്ചേഴ്സ് അറ്റ് ദ ഷെഡ്യൂൾഡ് ഫെയർസ്. നമ്മളൊരു ബസ് കയറി കഴിഞ്ഞാൽ ബസ് നമുക്കൊരു ഓഫർ തരികയാണ്. ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്തോളും? ട്രാവൽ നമ്മളെ കൊണ്ടെത്തിക്കും. അവിടെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യും അല്ലേ? അവിടെ എന്ത് ചെയ്യുന്നില്ല? സ്പോക്കണിലൂടെ നമ്മളോട് പറയുന്നില്ല. അതൊരു ഇംപ്ലൈഡ് ഓഫറാണ്. അപ്പോൾ ഓഫർ എന്തായിരിക്കണം? ഇറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ആയിരിക്കണം. രണ്ടാമത്തെ മെയിൻ പോയിൻ്റ്, ഓഫർ മസ്റ്റ് ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ്. ഒരു നിയമപരമായ റിലേഷൻ ഉണ്ടായിരിക്കണം. ദ ഓഫർ മസ്റ്റ് ബി മെയ്ഡ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ്, അതർവൈസ് ദർ വിൽ ബി നോ എഗ്രിമെൻറ്റ്. ഇഫ് എൻ ഓഫർ ഡസ് ഇൻ ടു ഗീവ് റൈസ് ടു ലീഗൽ റിലേഷൻഷിപ്പ് between the parties, it is not a valid offer in the eye of law. ഓഫർ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ചെയ്യണം, എന്നാൽ മാത്രമേ അതെന്തായി മാറുള്ളൂ? വാലിഡ് ഓഫറായിട്ട് മാറും. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഇൻവൈറ്റ് ടു ബി ടു ഡിന്നർ. എ ബിയെ ഡിന്നറിന് ക്ഷണിക്കുന്നു. ബി ആക്സെപ്റ്റ് ദ ഇൻവിറ്റേഷൻ. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലീഗൽ റിലേഷൻഷിപ്പ്. ബി ഇവിടെ എന്ത് ചെയ്യുന്നില്ല? എ ബിയെ ഡിന്നറിന് ക്ഷണിക്കുമ്പോൾ ഇവിടെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ദർ ഈസ് നോ എഗ്രിമെൻറ്റ്. ഇവിടെ അതുകൊണ്ട് തന്നെ ഒരു കേസ്, ദർ ഈസ് നോ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് എ ടു ഗിവ് എ ഡിന്നർ ടു ബി.
ഇറ്റ് ഈസ് ഓൺലി എ social obligation. Suppose if A refused to give the dinner to B as per agreement, B cannot take any legal action against A. അതാണ് എ ബിക്ക് ഡിന്നർ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പം ബിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കേസ് ഫയൽ ചെയ്യാൻ പറ്റൂല. കാരണം ബി എന്ത് ചെയ്തിട്ടുണ്ട്, എയുടെ വീട്ടിലോ എവിടെയാണോ ഡിന്നറിന് ക്ഷണിച്ചത് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ഓൺലി എ സോഷ്യൽ ഒബ്ലിഗേഷൻ. ഇപ്പോൾ ഒരു ഓഫറിന് വേണ്ട പ്രധാനപ്പെട്ട 2 പോയിൻറ്റുകളാണ്. ഒന്നാമത്തത് ഇറ്റ് മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. രണ്ടാമത്തത് ഇറ്റ് മസ്റ്റ് ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.